പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീട്ടിൽ ഇന്റർനെറ്റ് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ എവിടെ പോയാലും ഇന്റർനെറ്റ് ലഭിക്കുന്നില്ല എന്ന് കുറേ ആളുകൾക്ക് പരാതിയുണ്ട്. ഇത് സോൾവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, സെറ്റിങ്സ് പോവാം. സെറ്റിങ്സ് പോയതിനു ശേഷം നമുക്ക് അവിടെ അബൌട്ട് ഡിവൈസ് എന്നോ അല്ലെങ്കിൽ അബൌട്ട് ഫോൺ എന്നോ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സിം കാർഡ് സ്റ്റാറ്റസ് എന്ന് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ വെറും സ്റ്റാറ്റസ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സിം കാർഡ് സ്റ്റാറ്റസ് ആണെങ്കിൽ അവിടെ സിഗ്നൽ സ്ട്രെങ്ത് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ -90, -70, -103 എന്നൊക്കെ കാണാൻ സാധിക്കും. 100, 103 എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് അർത്ഥം. എന്നാൽ 73, 72 അങ്ങനെ അതിൻ്റെ വേക്കോട്ട് കുറച്ചൊക്കെ 50 അവിടെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക 80, 85 ആണെങ്കിൽ അവിടെ നെറ്റ് ഉണ്ട് അല്ലെങ്കിൽ റേഞ്ച് ഉണ്ട് എന്നതാണ് അർത്ഥം. അപ്പോൾ നമ്മൾ അല്ലാതെ കട്ട നോക്കിയിട്ട് ഇങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ റേഞ്ച് കട്ട നോക്കിയിട്ട് ഇങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൻ്റെ ഏത് ഭാഗത്താണ് നമുക്ക് നെറ്റ് ലഭിക്കുന്നതെന്ന് നോക്കുക. നമ്മൾ പബ്ജി കളിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും. പബ്ജി കളിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് നെറ്റ് നിന്ന് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നെറ്റുള്ള സ്ഥലത്ത് നിങ്ങൾ -90, പരമാവധി 70 എന്നുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് നിങ്ങൾ പബ്ജി അല്ലെങ്കിൽ അതുപോലത്തെ ഓൺലൈൻ ഗെയിംസ് കളിക്കാൻ ശ്രമിക്കാം. രണ്ടാമത്തെ ടിപ്സ് പരമാവധി ആളുകൾക്ക് അറിയുന്ന ടിപ്സാണ്. എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ഷട്ടർ ഒന്ന് താഴ്ത്തിയതിൽ എയറോപ്ലെയിൻ മോഡ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ഒന്ന് നമുക്ക് കാണാൻ സാധിക്കൂലേ. അവിടെ ഫ്ലൈറ്റ് മോഡ് എന്ത് ചെയ്യാം, നമ്മൾ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ എയറോപ്ലെയിൻ മോഡ് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ നെറ്റ് ഓൺ ചെയ്യാം. നമ്മുടെ നെറ്റ് മൊബൈൽ ഡാറ്റ ഓൺ ചെയ്താൽ പെട്ടെന്ന് കുറച്ച് ടൈമിലേക്ക് നമുക്ക് നെറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇത് പരമാവധി ആളുകൾക്ക് യൂസ് ചെയ്യുന്നതാണെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇന്നത്തെ ടിപ്സ് നമ്മുടെ സെറ്റിങ്സ് തന്നെയാണ്. സെറ്റിങ്സ് കയറുക, അതിനുശേഷം കണക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും മൊബൈൽ നെറ്റ്വർക്ക് അങ്ങനെ എന്തെങ്കിലും സെറ്റിങ്സ് മാറ്റം ഉണ്ടാവും. എൻ്റെ ഫോണിൽ കണക്ഷൻസ് എന്നാണ്. അതും സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളുടേത് കണക്ഷൻസ് എന്ന് കയറാൻ തന്നെ ചിലപ്പോൾ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് ആയിരിക്കും ഓപ്ഷൻ കാണുക. എങ്ങനെയായാലും എൻ്റെ ഫോണിൽ ഇങ്ങനെയാണ്. അവിടെ ഞാൻ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന ഓപ്ഷൻ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് മോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ 3, 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യമേ നിങ്ങൾ ഓണാക്കി വെച്ച ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷന് നേരെ താഴെയുള്ള ഒന്ന് എന്താണോ ഉള്ളത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ അത് ഓണാവും. അതിനുശേഷം 30 സെക്കൻഡിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ആ നെറ്റ്വർക്ക് മോഡ് ഒന്ന് ഓണാക്കിയതിനു ശേഷം നിങ്ങൾ നേരത്തെ എന്താണോ ഓണാക്കി വെച്ചിരുന്നത് അത് ഒന്നും കൂടി ഓൺ ചെയ്താൽ കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് നെറ്റ് കുറച്ചും കൂടി സ്പീഡ് ലഭിക്കുന്നതായിരിക്കും. ടിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിഹാരം കൂടിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമ്മൾ ഏത് സിമ്മാണോ ഉപയോഗിക്കുന്നത് ആ സിമ്മിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ നമ്മുടെ അടുത്തുണ്ടാവുമല്ലോ, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് അടിക്കുക അഥവാ കോൾ ചെയ്യുക. നമ്മളെ കസ്റ്റമർ കെയറിന് നമ്മളൊന്ന് കോൾ ചെയ്ത് കൊടുത്താൽ അവരോട് പറയാം, ഇതിങ്ങനെ പ്രശ്നമുണ്ട്, നമ്മളെ ഭാഗത്ത് തന്നെ നെറ്റ് കിട്ടുന്നില്ല, ഇങ്ങനെ പ്രശ്നമുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ സിമ്മ് കട്ടാക്കും ഉറപ്പായിട്ടും, നിങ്ങളുടെ സിമ്മ് ഞങ്ങൾ ഉപയോഗിച്ചിട്ട് വേറെ സിമ്മിൽ കയറുന്നൊക്കെ പറഞ്ഞിട്ട് കത്തിച്ച് വിടുക. അവരോട് എന്തൊക്കെയോ പറയാം. അപ്പോൾ നിങ്ങളവരുടെ ഒരു കസ്റ്റമർ ആണല്ലോ, കസ്റ്റമർ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പറയും 48 മണിക്കൂറിനുള്ളിൽ ഞങ്ങളത് ശരിയാക്കി തരാമെന്ന് പറയും. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പരിഹാരം എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും പരമാവധി ഷെയർ ചെയ്യാം. നിങ്ങൾ കൂട്ടുകാരൊക്കെ എങ്ങനെ ഉണ്ടാവും കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.